ഇനി നമ്മൾ മണ്ഡലത്തിലേക്ക് വന്നാൽ മണ്ഡലത്തിൽ താങ്കൾ സജീവ സാന്നിധ്യമാണെന്ന് പറയുമ്പോഴും എന്തു വികസനം കൊണ്ടുവന്നു ആൻ്റണി എന്നാണ് ചോദിക്കുന്നത്. ഇന്നലെ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ FM സ്റ്റേഷൻ്റെയൊക്കെ കഥ പറഞ്ഞത് ഞാൻ കേട്ടു താങ്കളുടെ സഹപ്രവർത്തകർ. പക്ഷേ അതൊന്നും താങ്കളുടെ കാലത്തല്ലെന്നും വീണ ജോർജ് ആണെന്നും അല്ലെങ്കിൽ MLA ഒക്കെയാണിത് കൊണ്ടുവന്നതെന്നൊക്കെയാണ് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ വാസ്തവം? മണ്ഡലത്തിൽ എന്തെങ്കിലും നടന്നില്ല? കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നു. കേന്ദ്രീയ വിദ്യാലയത്തിന് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തൊരു സംഭാവന, ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നടത്താൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ സ്കൂളിലേക്കുള്ള റോഡിന് വേണ്ടി മനോഹരമാക്കാൻ വേണ്ടി ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കാൻ വേണ്ടി 22 ലക്ഷം രൂപ അനുവദിച്ചു. അത് ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രി ആ റോഡ് 50 കൊല്ലമായി പഞ്ചായത്തിൻ്റെ ആശ്രയ രജിസ്റ്ററുള്ളതാണ്. ആളുകൾ ഉപയോഗിക്കുന്ന റോഡാണ്, നാട്ടുകാർ ഉപയോഗിക്കുന്ന റോഡാണ്. ആ റോഡ് ഓർഗാനിക് ഫാം നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ് എന്ന് പറഞ്ഞ ആ റോഡിന് അനുമതി നിഷേധിച്ചു. മുടക്കാൻ ശ്രമിച്ചല്ല. ഒരു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ ആയിട്ടുള്ള വഴിമുടക്കുകയാണ്. ഞാൻ അതിൻ്റെ പേര് സത്യാഗ്രഹം ഇരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ രക്ഷകർത്താക്കളെയും നാട്ടുകാരെയും കൂട്ടി ആ റോഡ് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ റോഡ് വെട്ടി വൃത്തിയാക്കി ആ റോഡിലൂടെയാണ് ഉദ്ഘാടനത്തിന് അവിടെ ആളുകൾ വന്നത്. അപ്പം സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത സഹായം അങ്ങോട്ട് വരുന്ന പിള്ളേർക്കുള്ള വഴി മുടക്കുക എന്നുള്ളതാണ്. അതിനെ മറികടന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട നേട്ടം. മറ്റൊരു നേട്ടം എന്താ പറയാൻ പറ്റുന്നത്? ഒരു നേട്ടം ഇത് മൂന്നാമത്തെ കേന്ദ്രീയ വിദ്യാലയം. രണ്ടാമത്തെ കേന്ദ്രീയ വിദ്യാലയം ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയം. സാധാരണ 1-2 ഉണ്ടാവാറുള്ളൂ അല്ലേ? പത്തനംതിട്ട പോലൊരു ഗ്രാമീണ ജില്ലയിൽ ഈ 3 കേന്ദ്രീയ വിദ്യാലയങ്ങളെന്നുള്ള ഇന്ത്യയിൽ ഒരിടത്തുള്ളതല്ല. ഇത് മൂന്നാമത്തെ കേന്ദ്രീയ വിദ്യാലയം. രണ്ടാമത്തെ ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയം ഇന്നവിടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുകയാണ്. അതുപോലെ തന്നെ PNGSV ഗ്രാമീണ റോഡുകൾ ദേശീയ നിലവാരത്തിലാക്കുന്നത്. എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും ഈ റോഡുകൾ കൊണ്ട് ലിങ്ക് ചെയ്തു. 253 കിലോമീറ്റർ റോഡ് പൂർത്തീകരിച്ചു. 182 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. ഇന്ന് ഈ ഗ്രാമീണ മേഖലയിലൂടെ പോകുമ്പോൾ കാണുന്ന മനോഹരമായ റോഡുകൾ ആ പദ്ധതിയിലൂടെ രൂപം കൊടുത്തതാണ്. അതുപോലെ പത്തനംതിട്ട ജില്ലയ്ക്ക് സ്വന്തമായ ഒരു നാഷണൽ ഹൈവേ, പത്തനംതിട്ടയിലേക്ക് നാഷണൽ ഹൈവേയുടെ കണക്ഷൻ ഇല്ലായിരുന്നു. 2014 ഏറ്റവും ഒടുവിൽ ഓസ്കാർ ഫെർണാണ്ടസ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹവുമായിട്ടുള്ള വളരെ അടുത്ത സൗഹൃദ ബന്ധമായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടാണ് ഞാൻ നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അതിർത്തി കടമ്പനാട്ട് നിന്ന് പത്തനംതിട്ട വഴി അടൂര് വഴി പത്തനംതിട്ട വഴി മൈലപ്ര, വടശ്ശേരിക്കര, ലാഹ, എലവങ്കൽ നിന്ന് അത് ത്രിവേണി സംഗമത്തിലേക്കും അവിടെ നിന്ന് എരിമേലി വഴി മുണ്ടക്കയത്തേക്കുള്ള പത്തനംതിട്ടയിലേക്ക് വേണ്ടി മാത്രമുള്ള നാഷണൽ ഹൈവേ. ആ ഹൈവേയുടെ പ്രത്യേകത അത് യാഥാർത്ഥ്യമായി. അത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രത്യേകത അത് ശബരിമല ഹൈവേ ആണ്. ശബരിമലയിൽ പോകുന്ന കോടിക്കണക്കിന് തീർത്ഥാടകർ മുഴുവൻ ഈ പാതയിൽ കൂടി വേണം പോകാൻ. ഇന്നലെ ഈ ശബരിമല റെയിൽവേ അല്ല നമ്മുടെ എയർപോർട്ടിന് വേണ്ടിയിട്ട് വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉത്തരവായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ. ആദ്യം ഈ ഇതിനു വേണ്ടി സർവേ നടത്താൻ ഏൽപ്പിച്ചത് അമേരിക്കയിലുള്ളൊരു ഏജൻസിയാണ്. അവർ ഈ കേരളത്തിൽ വരാതെ ഗൂഗിൾ സർവേ നടത്തി അവർ കൊടുത്ത അപേക്ഷയുടെ അടിയിൽ ഒപ്പിട്ടിട്ടില്ലായിരുന്നു. അത് റിജക്ട് ചെയ്തു പോയി. റിജക്ട് ചെയ്തു പോയി. ഫസ്റ്റ് കൊടുത്ത കേരളത്തിൻ്റെ ഗവൺമെൻറ് അപേക്ഷ റിജക്ട് ചെയ്തു പോയി. ഞാനാണ് MP എന്ന നിലയിൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ കണ്ട് അത് പുനഃപരിശോധിക്കണമെന്ന് അപേക്ഷ കൊടുത്ത് വീണ്ടും അതിനുള്ള അനുമതി സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്ന് കൊടുത്തത് ഞാനാണ്. അതിനുശേഷമാണ് രണ്ടാമത് സ്പോട്ട് സർവേ നടത്തി അതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിൽ കൊടുത്ത് ഇന്നിപ്പോൾ എല്ലാ അനുമതികളുമായി ഒറ്റ അനുമതി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് എൻവയോൺമെൻറ്റ് അനുമതിയാണ്. ആ അനുമതിയോടെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കേന്ദ്ര അനുമതികളുമായി സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത പശ്ചാത്തലത്തിൽ കുറ്റബോധം കൊണ്ടാണ്. അല്ലല്ല, അത് ഞാൻ വികസനത്തിനോടൊപ്പം 100% നിൽക്കുന്നു. 100%. ആര് വികസനം കൊണ്ടുവന്നാൽ ഏത് ഗവൺമെൻറ് ഒന്നും നോക്കാറില്ല. മുമ്പ് ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി എല്ലാ അനുമതികളും നേടിയെടുത്ത അന്ന് CPM-ഉം BJP-യും ഒത്തുകളിച്ച് ആ രാഷ്ട്രീയ സമരം നടത്തിയില്ലെന്നാക്കി. പക്ഷേ പുതിയ വിമാനത്താവളത്തെ പ്രൊപ്പോസലൊന്നും ഞാൻ ആദ്യം മുതലുണ്ട്. എനിക്ക് വികസനം നടന്നാൽ മതി. എനിക്ക് ആര് കൊണ്ടുവരുന്നെന്നോ എവിടെ നടക്കുന്നെന്നുള്ള എന്നെ സംബന്ധിച്ച വിഷയമല്ല. എനിക്ക് വികസനം മതി. പത്തനംതിട്ട പോലുള്ള ഒരു ജില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ജില്ലകളിൽ 25 വർഷം കൂടുന്ന സെൻസസ് നടക്കുമ്പോൾ ജനസംഖ്യ കുറഞ്ഞു പോയ ഏക ജില്ല ഇന്ത്യയിൽ പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ആളില്ലാത്തതുകൊണ്ടല്ല. ഇവിടെ ജീവിക്കണമെങ്കിൽ ഒരു തൊഴിൽ നേടണമെന്നുണ്ടെങ്കിൽ ഈ ജില്ല വിട്ടു പോകണം. ആ അവസ്ഥയാണ്. ഒന്നുകിൽ അവർ ബാംഗ്ലൂരോ ചെന്നൈയോ ഹൈദരാബാദോ ഇന്ത്യയിലെ അല്ലെങ്കിൽ അവർ രാജ്യം വിട്ട് കടന്നു പോകണം. അവരെ അയക്കുന്ന മണി ഓർഡറിൽ നിൽക്കുന്ന ഒരു സമ്പദ്ഘടനയാണ് പത്തനംതിട്ടയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ടായാൽ, ഇവിടെ ഒരു കണക്ടിവിറ്റി ഉണ്ടായാൽ ഇവിടെ ഇത് മാറും. ഇത് മുൻനിര ജില്ലയായി, മുൻനിര നഗരമായി പത്തനംതിട്ട മാറും. അവസാനിപ്പിക്കാം. ഈ പത്തനംതിട്ടയിലെ വോട്ടർമാരോട് ആന്റണി അഭ്യർത്ഥിക്കുന്നതാണ്, തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒറ്റ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി ചെയ്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ ഒരു പൊതുനയമുണ്ട്, അത് ഫാസിസത്തിനെതിരെയാണ്, അത് ഒഴിച്ചു നിർത്തിയാൽ
അല്ല, എനിക്ക് ഒറ്റ കാര്യമല്ല, ഒന്നിലധികം കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് വരുന്ന സമയങ്ങളിൽ പറയാം. അത് എങ്കിലും ഒന്ന്, എരുമേലി വിമാനത്താവളം യാഥാർത്ഥ്യമാകണം, ശബരി റെയിൽവേ യാഥാർത്ഥ്യമാകണം. അതോടൊപ്പം ഈ നാട് ഇവിടെ മണ്ണിൽ കാലുറപ്പിച്ചു നിന്ന് ജീവിത വിജയം നേടാനും സ്വന്തം കാലിൽ നിൽക്കാനും പുതിയ തലമുറയ്ക്ക് അവസരം ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എൻ്റെ പോരാട്ടം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികളൊക്കെ വരുമ്പോൾ ഞാൻ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു വികസനത്തിനും ഇടംകൊല്ലിടാനോ തടസ്സപ്പെടുത്താനോ ഇല്ല. ഏത് ഗവൺമെൻറ് കൊണ്ടുവരട്ടെ, ആ വികസനം ഇവിടെ നടക്കണം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു ശ്രീ ആന്റോ ആന്റണി, ഈ പ്രഭാതത്തിൽ നമുക്കൊപ്പം ചെലവഴിച്ചതിന്. താങ്കൾ മറുപടി പറഞ്ഞു. താങ്കളെ ചുറ്റിപ്പറ്റിയുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും താങ്കൾ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു. ഒരു ഓർമ്മപ്പിശകാണ്, അല്ലെങ്കിൽ ഓർത്തെടുക്കാനുള്ള സമയം മാത്രമാണ് ഇന്നലെ ആവശ്യപ്പെട്ട പത്രസമ്മേളനത്തിൽ. അതിനെതിരെയുള്ള പ്രചരണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത്. രണ്ടാമത്തത് രാജ്യദ്രോഹം എന്ന പേരിൽ കേസെടുക്കാൻ ഇങ്ങനെ വരട്ടെ, അറസ്റ്റ് വരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ്. എടുത്തോട്ടെ എന്നുള്ള ധീരമായിട്ടുള്ള മറുപടി. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾ തിരിച്ചും ചോദിക്കാനുണ്ട്. അതെ. ആ ചോദ്യങ്ങളോട് നമ്മളിവിടെ ഉണ്ടാവും. പാർലമെന്റിൽ സംവാദങ്ങളിലൊക്കെ പത്തനംതിട്ട മണ്ഡലത്തിന്റെ കാര്യങ്ങൾ താങ്കൾ ചോദിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. റബ്ബറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ പരിശോധിച്ചിരുന്നു.